നടക്കുന്നത്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് തൊട്ട് മുമ്പുള്ള ഗവർണറുടെ ഒരു സ്വീകരിക്കുന്ന ചടങ്ങാണ്, ഔദ്യോഗികപരമായ ഒരു സ്വീകരണ ചടങ്ങാണ്. ഇതിനുശേഷമായിരിക്കും നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് ഗവർണർ കടക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ഒപ്പം കേരളവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങളിലടക്കം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പരാമർശങ്ങൾ ഉണ്ടാവും. നേരത്തെ സംസ്ഥാനത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഗവർണർ ഉയർത്തിയിരുന്നു. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളടക്കം ഗവർണർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ നിയമസഭയിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി അടക്കം ഗവർണറെ സ്വീകരിച്ച് നിയമസഭയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തന്നെ നിയമസഭയിലെത്തി നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ആരംഭിക്കും. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തൊക്കെ പരാമർശങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി അത്രത്തോളം മോശമാണ്. എല്ലാ കാലത്തും സർക്കാർ പറഞ്ഞിരുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്നതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മുഖ്യമന്ത്രിയിൽ നിന്ന് ബൊക്ക വാങ്ങി ശേഷമാണ് ഗവർണർ ഈ നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് കടന്നത്. പക്ഷേ ഇന്നും മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം നോക്കുക കൂടി ചെയ്തില്ല എന്നതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ മുഖ്യമന്ത്രി നൽകിയ ബൊക്ക വാങ്ങിയാണ് ഗവർണർ നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് പോയത്. ഇപ്പോഴും ആ പരിഭവം, മുഖ്യമന്ത്രിയോടുള്ള പരിഭവം ഗവർണർക്ക് ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം നേരത്തെ പുതിയ 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന ആ വേദി ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. കാരണം അന്ന് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ മുഖത്ത് നോക്കാതെ പരസ്പരം ഹസ്തദാനം പോലും നടത്താത്ത ഒരു സമീപനമായിരുന്നു അന്ന് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത്തരത്തിലൊരു സമീപനം അല്ലെങ്കിൽ ആ ഒരു പരിഭവം ഇന്നും ഗവർണറുടെ മുഖത്ത് കാണാമായിരുന്നു. പക്ഷേ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തുന്ന ഗവർണർക്ക് മുഖ്യമന്ത്രി ബൊക്ക നൽകി. ആ ബൊക്ക ഗവർണർ സ്വീകരിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ മുഖ്യമന്ത്രിക്കൊപ്പം നയപ്രഖ്യാപന പ്രസംഗം വായിക്കുന്നതിനായി ഗവർണർ നിയമസഭയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ നൽകിയത്. ഇനി ഷെഫീദ് റാവത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെഫീദ്, മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കാതെയാണോ പൂച്ചെണ്ട് വാങ്ങി ഗവർണർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പലവിധത്തിലുള്ള സംഭവങ്ങളും എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്റെ സർക്കാർ എന്ന് അഭിസംബോധന ചെയ്ത് അല്പസമയത്തിനുള്ള നയപ്രഖ്യാപന പ്രസംഗം വായിക്കേണ്ട ഗവർണർ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് മുൻപിൽ സ്വീകരിക്കാനെത്തിയപ്പോൾ പരസ്പരം മുഖത്ത് നോക്കാതെ ഹസ്തദാനം ചെയ്യാതെ ബൊക്ക മാത്രം വാങ്ങി മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും കൂടി ഗവർണറെ നിയമസഭയ്ക്കകത്തേക്ക് ആനയിക്കുന്ന സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സമാനമായ ഒരു വിയോജിപ്പ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നിയമസഭാ നടപടികൾ ആരംഭിക്കുകയാണ്. സ്പീക്കർ അല്പസമയത്തിനുള്ളിൽ ഡയസിലേക്ക് എത്തും. സ്പീക്കറുടെ ഡയസിലേക്ക് എത്തും. ഏതായാലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരും ഗവർണർ തമ്മിലുള്ള പല വിഷയങ്ങളുള്ള പോരെ SFIയുടെ സമരം, ചാൻസലർ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനോട് ഗവർണർക്ക് അയവില്ല, മുഖ്യമന്ത്രിയോട് അയവില്ല, മുഖ്യമന്ത്രിയുടെ സമീപനത്തോട് മാറ്റമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി അടിവരയിടുന്നുണ്ട്. ഗവർണറുടെ ശരീരഭാഷ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ അല്പസമയത്ത് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. എന്റെ സർക്കാർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം ഉടൻ തന്നെ ഗവർണർ വായിക്കും. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായി മാറുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ വിയോജിപ്പുകൾ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല. അത് പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ അതുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നിയമസഭയുടെ നടുത്തളത്തിലേക്ക് എത്തുകയാണ് ഗവർണർ. നമുക്ക് മുഖ്യമന്ത്രിയെ കാണാം, സ്പീക്കറെ കാണാം, പാർലമെന്ററി കാര്യമന്ത്രിയെ കാണാം. ഏതായാലും പരസ്പരം മുഖത്ത് നോക്കുന്നില്ല, സംസാരങ്ങളില്ല, ഹസ്തദാനമില്ല. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഗവർണറും 2 തട്ടിൽ തന്നെ. ആ വിയോജിപ്പിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ലെന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കിയ ആ ശരീരഭാഷയിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അത് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും അങ്ങനെയുള്ളൊരു വെട്ടിത്തിരുത്തലുകൾ ഗവർണർ കടന്നിട്ടില്ല. പകരം ഈ മലയാളത്തിലുള്ള അഭിസംബോധന മാത്രം രാജ്ഭവനിൽ നിന്ന് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഡയസിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. അത് സ്വാഭാവികമായും ലോക്സഭ
ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ക്ഷേമ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷ്യം വയ്ക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വികസനം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങുകയാണ്. അതിൻ്റെ തത്സമയ സംപ്രേഷണം. Honorable Speaker, Chief Minister, Ministers, Leader of the Opposition and members, it is my honor and privilege to address this august body of representatives of the people of Kerala, marking the beginning of the 10th session of the 15th Kerala Legislative Assembly. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. പതിവിന് വിപരീതമായി അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ അദ്ദേഹം വായിച്ചില്ല. അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു. വളരെ അപ്രതീക്ഷിതമായ കാര്യമാണ് ഉണ്ടായത്. പ്രഖ്യാപന പ്രസംഗത്തിനുള്ള നാടകീയമായ നിമിഷങ്ങളുണ്ടായി. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം മാത്രം വായിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുകയാണ്. ഷെവീദ് റാവുത്തർ തത്സമയം ചേരുന്നു നിയമസഭാ ഹാളിൽ നിന്ന്. ഷെവീദ്, എന്താണ് സംഭവിച്ചത്? സംസ്ഥാനത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ അധികമൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായ നീക്കത്തിലേക്ക് 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന്റെ ആദ്യ ദിവസം, ആദ്യ മിനിറ്റുകൾ സാക്ഷിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിൽ വായിച്ചത്. 1 മിനിറ്റ് 17 സെക്കൻഡ് മാത്രം. അതായത് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ഒഴിവാക്കി ഭരണഘടനാപരമായ ഉത്തരവാദിത്തം മാത്രം ചെയ്തുകൊണ്ട് ഗവർണർ നിയമസഭയിൽ നിന്ന് മടങ്ങുന്ന കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സംസ്ഥാന സർക്കാരിനോടുള്ള വിയോജിപ്പ് അത് ഗവർണർ പരസ്യമായി പ്രകടിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് നടക്കുന്ന ഗവർണർ സർക്കാർ
ഗവർണർ പോരാ. അത് ചാൻസലർ വിഷയവുമായി ബന്ധപ്പെട്ട് തുടങ്ങി. ഒടുവിൽ സർവകലാശാലയിൽ ഗവർണർ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നു, ചാൻസലർ അനാവശ്യ ഇടപെടൽ നടത്തുന്നു എന്നുള്ള SFI പ്രതിഷേധമടക്കം നമ്മൾ കണ്ടതാണ്. ഇന്നലെയും പ്രതിഷേധം SFIയുടെ പ്രതിഷേധം കടുക്കുന്നതും SFI പ്രവർത്തകരെ കുരങ്ങുകൾ എന്നുള്ള വിശേഷണം ഗവർണർ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ നയപ്രഖ്യാപന പ്രസംഗം ഭരണഘടനാ ഉത്തരവാദിത്വം നിലയിൽ രാജ്ഭവൻ അംഗീകരിച്ചു, അത് വായിക്കാനുള്ള സമ്മതം അറിയിച്ചു. പക്ഷേ അതിനപ്പുറവും ഇന്ന് നിയമസഭയിലേക്ക് ഗവർണർ കടക്കുന്ന ഓരോ ഘട്ടത്തിലും ആ നാടകീയത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് മുൻപിൽ എത്തുമ്പോൾ മുഖത്തോട് മുഖം നോട്ടമില്ല, ഹസ്തദാനമില്ല, പകരം പതിവ് ചടങ്ങ് തീർക്കുക എന്നുള്ളൊരു കാര്യം മാത്രം. അങ്ങനെ ഗവർണറെ ആനയിച്ചുകൊണ്ട് നിയമസഭാ തലത്തിലേക്ക് വരുന്നു. നിയമസഭയിൽ 1 മിനിറ്റ് 17 സെക്കൻഡ് മാത്രം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് വായിച്ച് ഗവർണർ അത് അവസാനിപ്പിക്കുന്നു, നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് ഒരു അസാധാരണമായ നാടകീയമായ നീക്കമാണ്. അതിലേക്ക് ഗവർണറെ എത്തിച്ചത് സംസ്ഥാന സർക്കാരിനുള്ള വിയോജിപ്പാണ്. മുഖ്യമന്ത്രിയോടും സംസ്ഥാന സർക്കാരിനോടും ഉള്ള വിയോജിപ്പ് അത് കൃത്യമായി ഗവർണർ ഇന്ന് സഭയിൽ പ്രകടിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നവകേരള സദസ്സിന്റെ ഓരോ ദിവസവും നമ്മൾ മന്ത്രിമാരടക്കം ഗവർണറെ എണ്ണി പറഞ്ഞ് വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഗവർണർക്കെതിരെയുള്ള വിമർശനം കണ്ടതാണ്. ഗവർണർ ഇതെന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ മുഖ്യമന്ത്രി തന്നെ നടത്തിയതാണ്. അതിനെല്ലാം ഒടുവിൽ അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു ഗവർണർ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തർക്കങ്ങളൊക്കെ ഒഴിയുകയാണ്. കാരണം ആ നയപ്രഖ്യാപന പ്രസംഗം അതൊരു ഭരണഘടനാപരമായ കാര്യങ്ങളാണ്, നിയമബാധ്യതയാണത്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ അത് ഗവർണർ കടന്നിട്ടില്ല. കൃത്യമായ വിയോജിപ്പ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതായത് നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ചു, അതിന്റെ അവസാന പാരഗ്രാഫ് വായിക്കുക എന്നുള്ളത് സ്വാഭാവികമായും അംഗീകരിച്ച സാഹചര്യത്തിൽ അത് ഉത്തരവാദിത്തമാണ് ഗവർണറുടെ. അത് മാത്രം നിറവേറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം അത് നടത്തുന്നില്ല. എന്റെ സർക്കാർ എന്നൊരു വിളിയില്ല, നയപ്രഖ്യാപനത്തിന്റെ ആദ്യ ഭാഗങ്ങളില്ല. ആദ്യം വരുന്നു ഗവർണർ, മുഖ്യമന്ത്രിയെ മറ്റുള്ളവരെയും അഭിസംബോധന ചെയ്യുന്നു, ശേഷം അവസാന പാരഗ്രാഫിലേക്ക് കടക്കുന്നു. അതിനും അപ്പുറത്തേക്ക് നയപ്രഖ്യാപനത്തിൽ മറ്റൊരു തരത്തിലുള്ള നീക്കങ്ങളിലേക്കും നടപടിയിലേക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നിട്ടില്ല. അത് സ്വാഭാവികമായി നമ്മൾ മുൻപ് അങ്ങനെ കാര്യമായി കണ്ടിട്ടുള്ളൊരു കാര്യമല്ല. ഏതായാലും ആ വിയോജിപ്പുകൾ കൃത്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷ വിമർശനമുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വായിക്കാനുള്ള താല്പര്യം അത് ഗവർണർക്കില്ല എന്നുള്ള നിലപാട് അദ്ദേഹം ഇപ്പോൾ തുറന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇപ്പോൾ നിയമസഭാ നടപടികൾ ഏതാണ്ട് അവസാനിച്ചു. ഗവർണറെ മടക്കി യാത്രയാക്കുകയാണ് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും. ഏതായാലും ആ വിയോജിപ്പ് അങ്ങനെ തളം കെട്ടി നിൽക്കുന്നു നിയമസഭാ തലത്തിൽ എന്നുള്ളത് വ്യക്തമാണ്. ആ ഒരു വിയോജിപ്പ് നമ്മൾ കണ്ടു. ഏതായാലും വളരെ ഒരു പൊളിറ്റിക്കൽ മൂവായി കൂടി ഇതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും. മന്ത്രിമാരടക്കം ഗവർണറെ ഒരു ഘട്ടത്തിൽ വിമർശിച്ചത് RSSും സംഘപരിവാറും പറയുന്നത് കേട്ട് RSS നേതാവിനെ നേരിട്ട് പോയി സന്ദർശിച്ച സംഘപരിവാറിന്റെ നീക്കങ്ങൾ, സംഘപരിവാറിന്റെ നിലപാടുകൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഗവർണറോട് ഒരു തരത്തിലുമുള്ള സന്ധിക്കില്ല എന്ന് മന്ത്രിമാർ പ്രഖ്യാപിച്ചതാണ്, മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പക്ഷേ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം, അത് നിയമബാധ്യത, അതടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ നടപ്പാക്കി. അതൊരു കേവലം അങ്ങനെ ഒരു നടപടിയിലേക്ക് മാത്രം ഗവർണർ അതിനെ ഒതുക്കി എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയും. ഏതായാലും നയപ്രഖ്യാപനം ഇല്ല. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് സർക്കാരിന്റെ നയങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ, സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കാനിരുന്ന വികസന പ്രവർത്തികൾ അടക്കമുള്ള കാര്യങ്ങൾ താൻ വായിക്കേണ്ടതില്ല. എൻ്റെ ജനങ്ങളെ, എൻ്റെ സർക്കാർ, അതടക്കമുള്ള അഭിസംബോധനകളില്ല. അവസാന പാരഗ്രാഫിൽ എല്ലാം ഒതുക്കി ഗവർണർ നിലപാട് മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട്, തന്റെ പ്രവൃത്തിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഏതായാലും വലിയ വിവാദങ്ങൾക്ക് ഇക്കാര്യം വഴിവെക്കും. പ്രതിപക്ഷം ഇക്കാര്യം ഏറ്റെടുക്കും. ഗവർണറെ പോലും ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിലേക്ക് ആനയിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ള രാഷ്ട്രീയ കുറ്റപ്പെടുത്തൽ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് പ്രതിപക്ഷം കൃത്യമായി ഉയർത്തുകയും ചെയ്യും. ഏതായാലും നാടകീയമായ സംഭവ വികാസങ്ങൾ അവസാനിക്കുന്നു. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ കഴിഞ്ഞ 1.25 വർഷമായി തുടരുന്ന പോര് അത് നമ്മൾ രൂക്ഷമായ രീതിയിലേക്ക് അതിന്റെ സീമകളൊക്കെ ലംഘിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസവും ചില കുറ്റപ്പെടുത്തലുകൾ നടത്തുമ്പോൾ, അതായത് SFIയുടെ ആദ്യ വഴിതടയൽ സമരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഗവർണർ കൃത്യമായി മുഖ്യമന്ത്രിയെ ഹൈലൈറ്റ് ചെയ്ത് മുഖ്യമന്ത്രിയെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഈ ക്രിമിനൽ പട തന്നെ ഇങ്ങനെ പ്രതിഷേധം നടത്തുന്നത്, തന്നെ വഴി തടയുന്നുള്ള കാര്യം ഗവർണർ പറഞ്ഞതാണ്. അതടക്കമുള്ള മുഖ്യമന്ത്രിയോടുള്ള സംസ്ഥാന സർക്കാരിനുള്ള വിയോജിപ്പുകൾ, പ്രത്യേകിച്ച് ഇത് ചില ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ഗവർണർക്കുണ്ടായിരുന്ന വിയോജിപ്പുകൾ അത് ഗവർണർ പ്രകടിപ്പിച്ചു. ഇപ്പോൾ നിയമസഭയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. സ്പീക്കർ എൻ ഷംസീർ നിയമസഭയിലെ മറ്റു ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും പത്രപ്രതിനിധികൾക്കും ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ്.